ഇന്ദുലേഖ കൂടി ചേരുന്നുണ്ട്. ഇന്ദു, ഇതിപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഇതിൽ ഇടപെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ കേസ് ഏത് വിധത്തിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? അത് മാത്രമല്ല, മന്ത്രിമാരൊക്കെ ഇതിലിപ്പോൾ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിഷയം ഇനി തുടർന്ന് പോകുന്നത്? പൂജ, കഴിഞ്ഞ ദിവസം സംഭവിച്ച ഈ വിഷയം വലിയ രീതിയിലൊരു ജനശ്രദ്ധ നേടിയിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വളരെയധികം രൂക്ഷമായ രീതിയിൽ വിമർശനം കേറ്റിൽ ജലീൽ നേരിട്ടിരുന്നു. ഇതിപ്പോൾ മന്ത്രിമാരടക്കം ഇതിനെക്കുറിച്ച് സംസാരിച്ചു. പറഞ്ഞതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും ബാക്കിയൊരു മുന്നോട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കുക. ഈ പറഞ്ഞത് അത്രയും ശരിയാണ്. ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ 1-2 പേര് അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടെ പൊതുവേദിയാണ്. അവിടെ സ്വന്തം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ മാത്രമല്ല ഉണ്ടാവുക, പകരം മാതാപിതാക്കളോ പരിചയമുള്ള ഒരുപാട് പേരുണ്ടാവാം. അപ്പോൾ പൊതുമധ്യത്തിൽ അത്രയും പേരുടെ മുന്നിൽ അത്രയും സന്തോഷത്തോടു കൂടി പഠിച്ചു വാങ്ങിയ A+ന് സമ്മാനം വാങ്ങാൻ വന്ന കുട്ടികൾക്ക് ഇത്തരത്തിലൊരു അപമര്യാദയായിട്ട് അവരോടൊരു പെരുമാറ്റം ഉണ്ടാവുക, അല്ലെങ്കിൽ അവരെ നാണം കെടുത്തക്ക രീതിയിലൊരു നീക്കം ഇങ്ങനൊരു പ്രതീക്ഷിച്ചുകൊണ്ടാവില്ലല്ലോ കുട്ടികൾ വരിക. ഒരു പക്ഷേ അത് അവരുടെ മനസ്സിനെ എത്രത്തോളം മോശമായി ബാധിച്ചിരിക്കാം. ചിലരുടെയെങ്കിലും, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചിലരുടെയെങ്കിലും മനസ്സിനെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. നാളെ ഒരു ദിവസം ഇതുപോലൊരു വേദി അഭിമുഖീകരിക്കാൻ പോലും അവർക്ക് പറ്റാത്ത രീതിയിൽ പോലും ചില കുട്ടികൾക്ക് ട്രോമ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. മാത്രമല്ല, നമ്മൾ മറ്റൊന്നു കൂടി ചിന്തിക്കണം. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിൽ ഭാഷയെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം തെറ്റാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. മറ്റു വിഷയങ്ങൾക്കൊക്കെ കുട്ടികൾ പഠിച്ച് അത്രയും മാർക്ക് വാങ്ങിയ സ്ഥിതിക്ക് എവിടെയൊക്കെയോ നമുക്കും ഒരു അപാകത പറ്റിയിട്ടില്ലേ? വിദ്യാഭ്യാസ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? അങ്ങനെയുള്ള പല കാര്യങ്ങളും, അതുകൊണ്ടാണ് ഈ ഒരു വിഷയം വന്നതിന് ശേഷം അങ്ങനെയുള്ള പല കാര്യങ്ങളും ചർച്ചയായി പോകുന്നതും. സംസാരിക്കാം, കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു അക്ഷരം അറിയില്ല എന്ന് നമ്മുടെ മുന്നിൽ വെച്ച് ചോദിച്ചാൽ പോലും നമുക്കൊരു വല്ലാത്തൊരു തരം ഫീൽ ഉണ്ടാകും. അങ്ങനെ ഒരു ചിരിയൊക്കെ അവിടുന്ന് ഉയർന്നതും ഒരുപക്ഷെ അങ്ങനെയുള്ളവരിൽ നിന്ന് കൂടിയായിരിക്കാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു, അതിലൊരു ജാഗ്രത വേണമായിരുന്നു. ഇങ്ങനെ അല്ലായിരുന്നു ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്.